ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുത്തതോടെ വലിയ ഭീതിയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ആകെയുള്ളത്. ഗൾഫ് രാജ്യങ്ങളും അതേ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഒമാനിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. അവിടെ വലിയ ആക്രമണം ഉണ്ടായത് തുറമുഖത്തിന് അടുത്താണ്. അവിടെ ഒരു എണ്ണ ടാങ്കർ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. 20 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. അതിൽ 15 പേർ ഇന്ത്യക്കാരും 5 പേർ ഇറാൻ പൗരന്മാരുമായിരുന്നു. പക്ഷേ അവരെല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത്തരത്തിൽ ഒമാൻ എന്ന് പറയുന്ന സൗഹൃദ രാജ്യത്തേക്ക് പോലും ഒരു ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഇറാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി കീഴ്മേൽ നോക്കാനില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൈവിട്ട് കളിക്കുന്നു ഇറാൻ എന്ന് നിശ്ചയമായും പറയാം. കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ടെൽ അവീവിലേക്ക് പോലും ഇറാൻ ഒരേ സമയത്ത് ആക്രമണം നടത്തുന്നു. ഒപ്പം തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള എല്ലാ അറബ് രാജ്യങ്ങളിലേക്കും മുസ്ലിം രാജ്യങ്ങളിലേക്കും എല്ലാം തന്നെ ആക്രമണം നടത്തുന്നു. GCC രാജ്യങ്ങളിലേക്കെല്ലാം ഒന്നിനു പിറകെ ഒന്നായി മിസൈലുകൾ വർഷിക്കുന്നു ഇറാൻ. ആ രീതിയിൽ ഇനി ആരുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ എന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട്. എല്ലാ രാജ്യങ്ങളും അവരുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറ്റം നടത്തുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു കൃത്യമായ നിലപാടെടുത്ത് ഒരു സമാധാന ശ്രമത്തിന് ആരും ശ്രമിക്കുന്നില്ല ഈ മണിക്കൂറിൽ പോലും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ചില രാജ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ നടത്തിയെങ്കിലും ഈ പ്രായോഗിക തലത്തിലേക്ക് ആരും ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം തന്നെ അമ്പരപ്പുണ്ടാക്കുന്ന കാര്യവും. അമേരിക്കയും ഇസ്രായേലും നിലപാടിൽ നിന്നും ഒരു അണുകിട പിറകോട്ട് പോകാൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇനി ആരുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ, നിർദ്ദേശിക്കാൻ എന്ന സുപ്രധാനമായ ചോദ്യം ബാക്കിയാവുകയാണ്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഈ മണിക്കൂറിലും എല്ലാ GCC രാജ്യങ്ങളിലും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഒമാനിലെ തുറമുഖത്തിനടുത്ത് ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വിവരം, അതിന് പിന്നാലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളും പുറത്തു വരികയാണ്. ഏത് രീതിയിലാണ് ഒമാൻ ഈ ആക്രമണത്തെ കാണുന്നത്? പ്രജിൻ, ഈ ഘട്ടത്തിൽ ഒമാനെ കൂടി ആക്രമിക്കുക വഴി ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു സന്ദേശമാണ് സത്യത്തിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒമാനെ പിന്തുണയുമായി ഇറാനെ പിന്തുണയുമായി എപ്പോഴും ഉണ്ടായിരുന്ന രാഷ്ട്രമാണ് ഒമാൻ. എന്നാൽ ഒമാനിലേക്ക് കൂടി ഇന്നലെ മാറ്റി നിർത്തപ്പെട്ട ഒമാനെ ഇന്ന് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി തങ്ങൾക്കൊന്നും നോക്കാനില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇറാൻ. അത് എത്രത്തോളം അത് ഗൾഫ് മേഖലയെ ആശങ്കയിലാക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇതുവരെയും ഇറാനെ തള്ളി പറയുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുമുള്ള സൈനിക നീക്കം ഇറാനെതിരെ ഉണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഒടുവിലായിട്ടും പുറത്തു വന്നത് UAE പ്രസിഡന്റിന്റെ അഡ്വൈസർ ആയിട്ടുള്ള അൻവർ ഗർഗാഷിന്റെ കുറച്ച് പ്രസ്താവനകളാണ്. അദ്ദേഹം ഇന്നൊരു മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മിലിറ്ററി സൊല്യൂഷൻ അല്ല വേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നടപടിയിലേക്ക് കടന്നുകൊണ്ടൊരു പരിഹാരം കാണുകയല്ല വേണ്ടത്, മറിച്ചൊരു രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ആ രാഷ്ട്രീയ പരിഹാരം ഉദ്ദേശിക്കുമ്പോൾ അത് ചർച്ചകൾ ഊന്നിക്കൊണ്ട് തന്നെ ഈ സംഘർഷം ഇല്ലാതാക്കാൻ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒപ്പം തന്നെ യുദ്ധം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. അതിൽ UAE എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അൻവർ ഗർഗാഷിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യം തങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് എന്ന് UAE പറയുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വെച്ചിരുന്നു. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളൊക്കെയും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി തങ്ങൾക്കുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടോ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നതോ ഒന്നുമല്ല എന്ന് UAE പറഞ്ഞു വെക്കുന്നു. അതായത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, അത്ര പെട്ടെന്ന് ഒരു ഇടപെടൽ അത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ UAEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ സമയത്ത് അത് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറിച്ച് ആക്രമണം കടുത്താൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അതിലേക്ക് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് UAE നടത്തും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ അൻവർ ഗർഗാഷ് പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഇപ്പോൾ പലതരത്തിൽ തങ്ങൾ ഇത് യുദ്ധം ഒഴിവാക്കാനായി ശ്രമിച്ചു, നയതന്ത്രപരമായ പല ഇടപെടലും നടത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഈ സാഹചര്യം മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിന് പുതുമയൊന്നുമില്ല, തങ്ങൾ ഇത് നേരിടാൻ സജ്ജരാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ UAE നിലപാട് വ്യക്തമാക്കുന്നു. അതിനൊപ്പം കുവൈറ്റ്, ഒപ്പം തന്നെ ബഹ്റൈൻ, ഒപ്പം ഖത്തർ, ഈ 3 രാജ്യങ്ങളും തങ്ങൾ ഇന്ന് നേരിട്ട ആക്രമണത്തെ കുറിച്ച് അവർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം നൽകുകയാണ്. അതായത് ഖത്തറിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഫയർ ജെറ്റുകളും
എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ തങ്ങളുടെ ഈ സിസ്റ്റങ്ങളൊക്കെ തന്നെയും ഇറാൻ ആക്രമണത്തിനെ പ്രതിരോധിച്ചു. യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇന്ന് തങ്ങളുടെ രാജ്യാതിർത്തിയിൽ ഈ മിസൈലുകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖത്തർ ആവർത്തിച്ചു പറയുകയാണ്. ഒപ്പം തന്നെ ബഹ്റൈനും പറയുന്നു. ബഹ്റൈനിലെ നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ അല്പസമയം മുമ്പാണ് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെയും ഇറാൻ ആക്രമണത്തിനെ ചെറുത്തുനിന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.